ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് എന്ന പാഠഭാഗത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് ഓണം എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്. നമുക്കറിയാം ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ഞാൻ റിവൈൻഡ് ചെയ്ത് പോവാം. ഓക്കെ, ഫസ്റ്റ്ലി നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഡിസ്ട്രക്ഷൻ ഓഫ് ഡാഷ് ഇൻ ദ ബ്രെയിൻ Destruction of dash in the brain is the cause of Parkinson's disease. എന്തിന്റെ ഡിസ്ട്രക്ഷൻ ആണ് ബ്രെയിനിലെ പാർക്കിൻസൺ ഡിസീസിന് കാരണമാകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. The destruction of ganglion in the brain is the cause of Parkinson's disease. അപ്പൊ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഭാഗം എന്ന് വെച്ചാൽ നമുക്കറിയാം ഡിസീസിനെ കുറിച്ച് ന്യൂറൽ സിസ്റ്റത്തിനെ ബാധിക്കുന്ന രോഗങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ രോഗങ്ങളെ കുറിച്ചുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ലോണം ഫോക്കസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനൊരു ക്വസ്റ്റ്യൻ എന്തായാലും വരുന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പ്രധാനമായിട്ടും 3 രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ പ്രധാനമായിട്ടും 3 രോഗങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഫസ്റ്റ്ലി അൾഷിമേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ അൾഷിമേഴ്സ് ആൻഡ് പാർക്കിൻസൺസിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ എപ്പിലെപ്സി. ഞാനത് ഷോർട്ടൻ ആക്കി എഴുതിയിട്ടുള്ളൂ, കാരണം നിങ്ങളിത് ഓൾറെഡി ഇതിന്റെ ഒരു ക്ലാസ് നിങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റിവിഷൻ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഷോർട്ടൻഡ് വേർഷൻ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. കാരണം കൂടുതൽ പോയിന്റ്സ് പറയാം, എഴുതുന്ന കാര്യങ്ങൾ കുറക്കാം. ഓക്കെ, ഇതിന് 3 നെർവ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന രോഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അൾഷിമേഴ്സ്, പാർക്കിൻസൺ, എപ്പിലെപ്സി. അത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പൊ ഫസ്റ്റ് വന്ന ക്വസ്റ്റ്യൻ ആണ് ഡിസ്ട്രക്ഷൻ ഓഫ് ഡാഷ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതായത് ഗാംഗ്ലിയോൺസിന്റെ ഡിസ്ട്രക്ഷൻ ആണ് എന്തിന് കാരണമാകുന്നത്? പാർക്കിൻസൺസ് എന്ന ഡിസീസ് എന്താണ്? ഡിസ്ട്രക്ഷൻ ഓഫ് ഗാംഗ്ലിയോൺസ് ഇൻ ദ ബ്രെയിൻ. ബ്രെയിനിലെ ഗാംഗ്ലിയോൺസിന്റെ ഡിസ്ട്രക്ഷൻ ആണ് എന്തിന് കാരണമാകുന്നത്? പാർക്കിൻസൺ ഡിസീസിന് കാരണമാകുന്നത്. പിന്നെ ഈ പാർക്കിൻസൺ ഡിസീസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം ഉണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള സെക്രീഷൻസ് ആയിട്ടുള്ള ഡോപ്പാമിൻ, അസറ്റിൽ കൊളിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ സെക്രീഷൻസ്. എന്താണ് സെക്രീഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇമ്പൾസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏത് വഴിയാണ്? ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രീഷൻസ് വഴിയാണ്. ഈ സെക്രീഷന്റെ എന്തെയും പ്രൊഡക്ഷൻ അവിടെ കുറയും. എന്തായാലും പാർക്കിൻസൺ ഡിസീസ് ഉണ്ടായാൽ. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ബോഡി ബാലൻസ് ഉണ്ടാവും, ലോസ് ചെയ്യും, ഷിവറിങ് ഉണ്ടാവും, ആൻഡ് പ്രൊഫ്യൂസ് സലൈവേഷൻ, ഇറഗുലർ മൂവ്മെന്റ് ഓഫ് മസിൽസ്. ഈ കാര്യങ്ങളൊക്കെ എന്താണ്? പാർക്കിൻസൺ ഡിസീസിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ കോസസും പഠിക്കണം, അതിന്റെ സിംറ്റംസും പഠിക്കണം. ഇപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അതിന്റെ കോസ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വന്നത്. ഒരു പക്ഷേ നെക്സ്റ്റ് ക്വസ്റ്റിൽ എന്ത് ചെയ്യാം, സിംറ്റം വെച്ചിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഡിസീസസിന്റെ കാര്യം. അപ്പൊ ഞാൻ വിഷുവിനെ പറയാം, എന്താണ് പാർക്കിൻസൺ ഡിസീസ്? പാർക്കിൻസൺ ഡിസീസ് ഡിസ്ട്രക്ഷൻ ഓഫ് ഗാംഗ്ലിയോൺസ് ഇൻ ബ്രെയിൻ. ബ്രെയിനിലെ ഗാംഗ്ലിയോൺസിന്റെ ഡിസ്ട്രക്ഷൻ ആണ്. അതിന്റെ ഫലമായിട്ട് ഡോപ്പാമിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ സെക്രീഷൻ എന്തായാലും കുറയും. പിന്നെ അത് കാരണം ഉണ്ടാകുന്ന സിംറ്റംസ് അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം വെച്ചാൽ ലോസ് ഓഫ് ബോഡി ബാലൻസ്, ഷിവറിങ്, പ്രൊഫ്യൂസ് സലൈവേഷൻ ആൻഡ് ഇറഗുലർ മൂവ്മെന്റ് ഓഫ് മസിൽ. ഓക്കെ, നെക്സ്റ്റ് ഡിസീസ് അൾഷിമേഴ്സ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാം, കാരണം ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഈ അൾഷിമേഴ്സിനെ കുറിച്ചിട്ടും എപ്പിലെപ്സിനെ കുറിച്ചിട്ടും ഒക്കെ നമുക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അൾഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്ന ഡിസോർഡർ ആണ്. അൾഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെമ്മറി ലോസ് ആണ്. ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസെലബിൾ പ്രോട്ടോണിനെ എന്ത് ചെയ്യുക, അക്യുമുലേറ്റ് ചെയ്യുക. ഇത് ഇൻസെലബിൾ പ്രോട്ടോൺ അക്യുമുലേഷൻ ചെയ്യുക. പ്രോട്ടോണിന്റെ അക്യുമുലേഷൻ ചെയ്യുക. ഇൻസെലബിൾ ആയിട്ടുള്ള പ്രോട്ടോൺ എന്ത് ചെയ്യും? അക്യുമുലേറ്റ് ചെയ്യും നെർവ്സിൽ. അതിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുക? അൾഷിമേഴ്സ് ഉണ്ടാവുക. ഇതിന്റെ ഫലമായിട്ട് എന്താണ്? ന്യൂറോൺ ഡിസ്ട്രോയ് ചെയ്യും. മെമ്മറി ലോസ് ആണ് ഇതിന്റെ ഒരു സിംറ്റം ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് എപ്പിലെപ്സി അഥവാ അപസ്മാരം എന്ന് പറഞ്ഞ ഡിസീസ്. നമുക്ക് അതിന്റെ മെയിൻ പ്രശ്നം കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക്കൽ ചാർജസിന്റെ ഇറഗുലർ ഫ്ലോ ആണ് എന്തിന് കാരണം? എപ്പിലെപ്സിക്ക് കാരണം. അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്താ? ത്രോട്ട് ഡിസ്ചാർജ് ഉണ്ടാവും. നമ്മൾ അൺകോൺഷ്യസ് ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അതാണ് പ്രധാനമായിട്ടും നെർവ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന 3 രോഗങ്ങൾ. ഈ രോഗങ്ങളെ കുറിച്ചിട്ട്, ഡിസീസിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്തിട്ട് പോകണം. ഓക്കെ, അൾഷിമേഴ്സ്, പാർക്കിൻസൺ ആൻഡ് എപ്പിലെപ്സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യന് ഞാൻ പറഞ്ഞു ഡിസ്ട്രക്ഷൻ ഓഫ് ഡാഷ്, അതായത് ഗാംഗ്ലിയോൺ ഇൻ ദ ബ്രെയിൻ ഇസ് ദ കോസ് ഓഫ് പാർക്കിൻസൺ ഡിസീസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്
ഇതൊക്കെ 2023 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെ തന്നെ 2022, 2020, 2021, 2019 ഒക്കെ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ഒരു പിക്ചർ ആണ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ന്യൂറോണിന്റെ സ്ട്രക്ചർ നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടിന്റെയും ഐഡന്റിഫൈ ചെയ്യാൻ പറയും. അതിനുശേഷം എന്ത് ചെയ്യുക, ആ പാർട്ടിന്റെ ഫംഗ്ഷൻ എഴുതാനും പറയും. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതെങ്കിലും ഒരു പാർട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. പാർട്ട് ഐഡന്റിഫൈ ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, അതിന്റെ ഫംഗ്ഷൻ എഴുതുക. ഓക്കെ, സോ ഇതിന് എല്ലാ പാർട്ടിനെ കുറിച്ചിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇവിടെ നിങ്ങൾക്കറിയാം ഈ ഒരു പാർട്ടിന് ഇതിലുള്ള പാർട്സ് ഏതെല്ലാം വെച്ചാൽ നിങ്ങൾക്കറിയാം ഇതെന്താണ്, സെൽ. ഓക്കെ, സെൽ ബോഡിയാണ്. ഓക്കെ, സെൽ ബോഡിയാണ്. സെൽ ബോഡി ഇത് സൈറ്റോപ്ലാസം ഉണ്ട്. പിന്നെ ഇവിടെ ഇത് ഡെൻഡ്രോൺ ആണ്. ഇതെന്താണ്, ഡെൻഡ്രൈറ്റ് ആണ്. പിന്നെ ഇവിടെ ഈ ഇതെന്താണ്, ആക്സോൺ ആണ്. ദെൻ ഇതിന്റെ ബ്രാഞ്ചസ് ആയിട്ട് ആക്സോൺ ആയിട്ടുണ്ട്. ഇവിടെ എന്തുണ്ട്, സ്നാപ്റ്റിക് നോബ് ഉണ്ട്. ഓക്കെ, ഇതിന്റെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ എന്ത് ചെയ്യാൻ അറിയണം, ഈ ഒരു പിക്ചർ റീഡ്രോ ചെയ്യാനും പറയും. അതുപോലെ തന്നെ റീഡ്രോ ചെയ്തിട്ട് ഇതിലുള്ള ഓരോ പാർട്സും എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യാനുണ്ടാവും. ഏതെങ്കിലും ഒരു പാർട്സ് ആണ് ചോദിക്കുക. ഓക്കെ, അപ്പൊ എല്ലാ പാർട്സിനെ കുറിച്ചിട്ടും നിങ്ങൾ എന്തായിരിക്കണം, ബോധേഡ് ആയിരിക്കണം. സോ ഇവിടെ എന്താണ്, ഇവിടെ സെൽ ബോഡി ഉണ്ട് നമ്മൾ പറഞ്ഞു. ഈ സെൽ ബോഡിയിൽ നിന്നും എന്തുണ്ട്, ഡെൻഡ്രോൺ ഉണ്ട്. ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചസ് ആയിട്ട് ഈ ബ്രാഞ്ചസ് ആയിട്ടുള്ള ആൾക്കാർ ആരാണ്, ഡെൻഡ്രൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ അതിനുശേഷം എന്താണ്, ഈ സെൽ ബോഡിയിൽ നിന്നും ആര് വരുന്നുണ്ട്, ആക്സോൺ എന്ന് പറഞ്ഞ ഒരു റീജിയൻ വരുന്നുണ്ട്. ആക്സോണിന്റെ ബ്രാഞ്ചസ് ആയിട്ട് ആക്സോണൈറ്റ്. ദെൻ ആക്സോണൈറ്റിന്റെ എൻഡിലായിട്ട് ആര് വരുന്നുണ്ട്, സിനാപ്റ്റിക് നോബ് വരുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുക, ഇതിന്റെ ഒരു സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ. സോ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇവിടെ നമ്മൾ കവർ ചെയ്തിട്ടുള്ള ഭാഗം അതല്ല, ഈ ആക്സോണിനെ കവർ ചെയ്ത് തരുന്ന ഒരു റീജിയൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ല. ഈ ആക്സോണിനെ കവർ ചെയ്യുന്ന ഈ റീജിയൻ, അതായത് എക്സ് എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു ന്യൂറോണിന്റെ സ്ട്രക്ചർ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം എന്താ ചോദിക്കുന്നത്, ഐഡന്റിഫൈ ആൻഡ് നെയിം ദ പാർട്ട് ലേബിൾഡ് ആസ് എക്സ്. എക്സ് എന്ന് ലേബിൾ ചെയ്തിട്ടുള്ള പാർട്ട് ഏതാണോ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ആക്സോൺ ഉണ്ട്. ഈ ആക്സോണിനെ കവർ ചെയ്തിട്ട് എന്താണ്, ഷോൺ സെൽസ് അഥവാ മൈലിൻ ഷീറ്റുകളാണ് എന്ത് ചെയ്യുക, ആക്സോണിനെ കവർ ചെയ്ത് ഫോം ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താ, ഹൗ ഡസ് ദ പ്രസൻസ് ഓഫ് ദാറ്റ് എക്സ് പാർട്ട് യൂസ്ഫുൾ ടു ദ ന്യൂറോൺ. ഓക്കെ, ഈ പാർട്ട് എക്സ് എന്ന് പറഞ്ഞ ഈ പാർട്ട് എത്രത്തോളമാണ് യൂസ്ഫുൾ ആണ് എന്തിന്, ന്യൂറോണിന്റെ എത്രത്തോളം യൂസ്ഫുൾ ഉണ്ട്, അഥവാ അതിന്റെ ഈ എക്സ് എന്ന പാർട്ടിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എക്സ് എന്ന പാർട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അത് മൈലിൻ ഷീറ്റ് അഥവാ ഷോൺ സെൽസ് ആണ്. അത് എന്തിനാ സഹായിക്കാൻ, പ്രൊവൈഡ് ന്യൂട്രിയൻ ആൻഡ് ഓക്സിജൻ ടു ആക്സോൺ. ആക്സോണിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും ഓക്സിജനും ആര് പ്രൊവൈഡ് ചെയ്യുന്നു, ആക്സോണിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും ഓക്സിജനൊക്കെ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ മൈലിൻ ഷീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ഒരു പോയിന്റ് എഴുതിയാൽ മതി. കാരണം ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു പോയിന്റ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കിട്ടും. ഓക്കെ, നിങ്ങളൊരു പോയിന്റ് അതിൽ പറയുന്ന മൈലിൻ ഷീറ്റ് എന്തിനാണ് സഹായിക്കുന്നത്, പ്രൊവൈഡ് ന്യൂട്രിയൻ ആൻഡ് ഓക്സിജൻ ടു ആക്സൺ. ആക്സോൺ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും ഓക്സിജനും എന്താവും, പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ആക്സലറേറ്റ് ഇമ്പൾസസ്, ആക്ട് ആസ് ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ, പ്രൊട്ടക്ട് ദ ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതിയാൽ മതി. കാരണം ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരിക. ഓക്കെ, 2 മാർക്ക് ക്വസ്റ്റ്യൻ വരും. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പിക്ചർ ഐഡന്റിഫൈ ചെയ്യുക, പിക്ചറിൽ ഏതെങ്കിലും പാർട്ട് ഐഡന്റിഫൈ ചെയ്യുക, ദെൻ അതിന്റെ ഫംഗ്ഷൻ. ഇതിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഫംഗ്ഷൻ എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. ഓരോ നെർവ് സെൽസ് എടുക്കുക, നെർവ് സെൽ എടുത്തതിന് ശേഷം അതിന്റെ പാർട്ട് എന്ത് ചെയ്യുക, വരച്ച് പഠിക്കുന്നതാണ്. പാർട്ട് എടുക്കുക, പാർട്ടിൽ ഓരോ ഭാഗങ്ങളും എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തതിനു ശേഷം അതിന്റെ ഫംഗ്ഷനും എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അത് എന്തായാലും വരും, ഉറപ്പാണ്. ഓക്കെ ഓക്കെ 2023-ലും 2022-ലും ഒക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ റിലേറ്റഡ് ദ പാർട്ട് ഓഫ് ദ നെർവ് സിസ്റ്റം സ്യൂട്ടബിൾ. ഓക്കെ, നെർവ് സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യണം. ഇതിൽ എ പാർട്ടും ബി പാർട്ടും സി. ഓക്കെ, ഇത് എന്താ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഹാഫ് ആൻഡ് ഹാഫ് ആണ് ഈച്ചിനും ഉണ്ടാവുക. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ പെരിഫറൽ നെർവ് സിസ്റ്റം ആണ്. എന്താ എ എന്ന് പറഞ്ഞതാണ് പെരിഫറൽ നെർവ് സിസ്റ്റം. പെരിഫറൽ നെർവ് സിസ്റ്റം നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്താണ്, സ്പൈനൽ നെർവ്സ് ആൻഡ് പെരിഫറൽ നെർവ് സിസ്റ്റത്തിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പെരിഫറൽ നെർവ്സിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. സ്പൈനൽ നെർവ്സും ആൻഡ് ക്രാനിയൽ നെർവ്സും. ക്രാനിയൽ ആണെന്നുണ്ടെങ്കിൽ 31 പേര് അഥവാ 31 പെയർസ് ഓഫ് ക്രാനിയൽ നെർവ്സും 12 പെയർസ് ഓഫ് സ്പൈനൽ നെർവ്സ് ആണ് നമുക്ക് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് അതുപോലെ തന്നെ പഠിക്കാം. ഓക്കെ, അതിലെന്താ പറയുന്നത്, ഓക്കെ
ഫസ്റ്റ് ആൻസർ പെരിഫറൽ നെർവ് സിസ്റ്റം ആണ്. അതിൽ ക്രേനിയൽ നെർവ്സ് 31%, സ്പൈനൽ നെർവ്സ് ആണെങ്കിൽ 12%. ഓക്കെ, അപ്പൊ ഇതിൽ നെർവ് സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞു. നെർവ് സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. പെരിഫറൽ നെർവ് സിസ്റ്റം ഉണ്ട്. പെരിഫറൽ നെർവ് സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? സ്പൈനൽ നെർവ് സിസ്റ്റം ഉണ്ട്, ക്രാനിയൽ നെർവ് സിസ്റ്റം ഉണ്ട്. നമ്മൾ എന്താ പറഞ്ഞു? ഓക്കെ, ഞാൻ പ്രാവശ്യം പറയാം. നെർവ് സിസ്റ്റം പറഞ്ഞു. നെർവ് സിസ്റ്റത്തിൽ പെരിഫറൽ നെർവ് സിസ്റ്റം അഥവാ PNS, അതിൽ സ്പൈനൽ നെർവ്സ് ഉണ്ട്, ക്രാനിയൽ നെർവ്സ് ഉണ്ട്. ഈ സ്പൈനൽ നെർവ്സ് ആണെന്നുണ്ടെങ്കിൽ 12 പെയർസും സ്പൈനൽ നെർവ്സ് ആണെന്നുണ്ടെങ്കിൽ 31 പെയർ. അതാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, പെരിഫറൽ നെർവ് സിസ്റ്റം ഉണ്ട്, അതായത് 12 സ്പൈനൽ നെർവ്സും പ്രസന്റ് ആണ്, 31 ക്രാനിയൽ നെർവ്സും പ്രസന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ പിക്ചർ ഐഡന്റിഫൈ ചെയ്യാനാണ്. ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പിക്ചർ ഐഡന്റിഫൈ ചെയ്യൽ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം കുറെ പിക്ചേഴ്സ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുണ്ട്. നിങ്ങൾ അത് എന്ത് ചെയ്യുക, റീഡ്രോ ചെയ്യാനും വരും. റീഡ്രോ ചെയ്തിട്ട് അതിൽ ഓരോ പാർട്ട് എന്ത് ചെയ്യുക, പാർട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് അതിന്റെ ഫംഗ്ഷനും കാര്യങ്ങളും എഴുതാനും എന്താണ് നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് വരുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതും അതുപോലെ തന്നെ നെർവ്സിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞ പോലെ തന്നെ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. ഈ ഒരു പിക്ചർ എന്താണ്, പിക്ചർ എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ ഇല്ലുസ്ട്രേഷൻ എന്നിട്ട് നോക്കിയിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഡസ് ഇല്ലുസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? ഈ ഇല്ലുസ്ട്രേഷൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ദിസ് പാർട്ട് ഓഫ് ട്രാൻസ്മിറ്റ് ദ ഇമ്പൾസസ് ഫ്രം വൺ ന്യൂറോൺ ടു അഡ്ജസന്റ് ന്യൂറോൺ? ഒരു പാർട്ട് ട്രാൻസ്മിറ്റഡ് ഇമ്പൾസസിനെ ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിന്റെ ന്യൂറോണിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ ഒരു പാർട്ടിന്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ്ലി നമുക്കറിയാം ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് സിനാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് അറിഞ്ഞിരിക്കാം. സിനാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിനാപ്സ് അഥവാ അതെന്ന് പറഞ്ഞാൽ തന്നെ ജംഗ്ഷൻ ബിറ്റ്വീൻ, സിനാപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ, ജംഗ്ഷൻ ആണ് അല്ലെ, ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. എന്തിന്റെയൊക്കെ ഇടയിലുള്ള ജംഗ്ഷൻ ആണ് സിനാപ്സ് എന്ന് പറഞ്ഞാൽ? ടു ന്യൂറോണ് അല്ലെങ്കിൽ ഒരു ന്യൂറോണും ഒരു മസിലും തമ്മിലുള്ള ജംഗ്ഷൻ. ഓക്കെ, സിനാപ്സ് എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺ, അല്ലെങ്കിൽ ന്യൂറോണും മസിലും തമ്മിൽ, അല്ലെങ്കിൽ ന്യൂറോണും ഗ്ലാഡുലർ സെൽസും തമ്മിലുള്ള ഒരു ജംഗ്ഷൻ ആണ് എന്ത്? സിനാപ്സിസ് എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം ജംഗ്ഷനിൽ എന്തുണ്ടാവും? സെക്രീഷൻസ് ഉണ്ടാവും. ആ സെക്രീഷൻ നമ്മൾ എന്ത് വിളിക്കും? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് ആ സെക്രീഷനെ വിളിക്കും. ആ സെക്രീഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. കാരണം ഓരോ ന്യൂറോൺസും പരസ്പരം അഡ്ജസന്റ് ആയിട്ട് ഉണ്ടാവാം. ഒരു ന്യൂറോണിന്റെ ഡെൻഡ്രിറ്റും അടുത്ത ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബും തമ്മിൽ എന്താണ്? ഒരു കണക്ഷൻ ഉണ്ടാക്കും. സോ അപ്പൊ ഈ സിനാപ്റ്റിക് നോബിൽ ഉണ്ടാക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആ ഡെൻഡ്രൈറ്റിലേക്ക് എന്ത് ചെയ്യും? ഇമ്പൾസസിനെ എത്തിക്കും. അങ്ങനെ എന്താണ് അടുത്തടുത്ത ന്യൂറോൺസിലേക്ക് എന്ത് ചെയ്യും? ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ നടക്കും. അതാണ് ഒരു നെർവ്സിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ ഈ സിനാപ്സിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഇപ്പൊ പിക്ചർ റെപ്രസെന്റേഷൻ നോക്കി കഴിഞ്ഞാൽ ഈ പിക്ചറിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാം. ഈ പിക്ചറിൽ ഒരു ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബും അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റുമാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഈ സിനാപ്റ്റിക് നോബിന്റെ അടുത്ത് എന്തുണ്ടാവും? നമ്മൾ ഈ സിനാപ്റ്റിക് നോബിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഈ സിനാപ്റ്റിക് ക്ലഫ്റ്റ് ആണല്ലേ, ആ നോബിൽ എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാകുന്നത്? ഈ സിനാപ്റ്റിക് ക്ലഫ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ എന്താണ്? ഡെൻഡ്രൈറ്റ് ആണ്. ഓക്കെ, ഈ ഇല്ലുസ്ട്രേഷൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതായത് നമുക്കറിയാം ഒരു ന്യൂറോണിന്റെ സിനാപ്റ്റിക് നോബും അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റും തമ്മിലുള്ള പിന്നെ ഈ സിനാപ്റ്റിക് ക്ലഫ്റ്റിന്റെ ഇടയിലുള്ള ഒരു ഇല്ലുസ്ട്രേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതെന്താണ്? ഈ ന്യൂറോണിന്റെ ഇടയിൽ എന്താണ് ഇവിടെ നടക്കുക? അല്ലെങ്കിൽ ഇതൊരു ജംഗ്ഷൻ ആണല്ലേ, ഈ ജംഗ്ഷനെ നമ്മൾ എന്ത് വിളിക്കും? സിനാപ്സിസ് എന്ന് വിളിക്കും. സോ വാട്ട് ഡസ് ദിസ് ഇല്ലുസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? ഈ ഇല്ലുസ്ട്രേഷൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സിനാപ്സ്. അതായത് സിനാപ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺ ഓർ ടു ന്യൂറോൺ ആൻഡ് മസിൽ ഓർ ന്യൂറോൺ ആൻഡ് ഗ്ലാൻഡുലർ സെൽസ്.
അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ദിസ് പാർട്ട് ട്രാൻസ്മിറ്റഡ് ഇമ്പൾസസ് ഫ്രം ന്യൂറോൺ ടു അഡ്ജസന്റ് ന്യൂറോൺ. ഈ ന്യൂറോണ് ഒരു ന്യൂറോണിന് മറ്റൊരു ന്യൂറോണിലേക്ക് എന്തുണ്ട്, അഡ്ജസന്റ് ന്യൂറോണിലേക്ക് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ റോളാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു എന്താണ് ഈ ഇലിസ്ട്രേഷൻ എന്ന് പറഞ്ഞ സിനാപ്സിസ് ആണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദിസ് പാർട്ട് ട്രാൻസ്മിറ്റഡ് ദ ഇമ്പൾസസ് ഫ്രം വൺ ന്യൂറോൺ ടു അഡ്ജസന്റ് ന്യൂറോൺ. അതായത് ഒരു ന്യൂറോണിന് മറ്റൊരു ന്യൂറോണിലേക്ക് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഈ ഒരു സിനാപ്സിസ് എന്ന് പറഞ്ഞ ഈ റീജിയന് അതിന്റെ റോൾ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് the secretions അഥവാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഡോപ്പമിൻ ആൻഡ് acetylcholine stimulate the adjacent dendrite or cell to generate impulses. Okay. അപ്പം തൊട്ടടുത്തുള്ള ന്യൂറോൺസിനെ ജനറേറ്റ് എന്ത് ഇമ്പൾസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാണ് ആര് സഹായിക്കുന്നത്, സിനാപ്സിസ് സഹായിക്കുന്നത്. അപ്പൊ നിങ്ങൾ ന്യൂറോൺസിന്റെ സ്ട്രക്ചർ പഠിച്ച പോലെ തന്നെ സിനാപ്സിന്റെ സ്ട്രക്ചറും എന്ത് ചെയ്യണം, നോട്ട് ഡൗൺ ചെയ്യണം. എന്താണ് സിനാപ്സിസ്, സിനാപ്സിന്റെ സ്ട്രക്ചർ, ഇമ്പോർട്ടൻസ്, സിനാപ്സിന്റെ സിനാപ്റ്റിക് നോബിൽ എന്തുണ്ടാവും, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഏതെല്ലാമാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അസറ്റൈൽകോളിൻ, ഡോപ്പമിൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ചിട്ടും എന്തായിരിക്കണം, ബോധേഡായിരിക്കും. ഓക്കെ. 2023-22 രണ്ട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 17-18. ഇപ്പൊ പ്രീവിയസ്ലി പറയുകയാണെങ്കിൽ 2023-ലും 2020-ലും ഈ സെയിം ക്വസ്റ്റ്യൻസ് സ്നാപ്സിനെ റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഇയറിലും അല്ലെങ്കിൽ ഈ ഇയറിലും ഇതെന്താണ് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത നിങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ഒരു പിക്ചറാണ് സ്പൈനൽ കോഡ്. ഓക്കെ, സ്പൈനൽ കോഡിന് നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. നിങ്ങൾക്കറിയാം സ്പൈനൽ കോഡ് എവിടെയാണ് കാണപ്പെടുന്നത്, വെർട്ടിബ്രൽ കോളത്തിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിന് എന്താണ് വൈറ്റ് മാറ്റർ, ഗ്രേ മാറ്റർ. അതിന്റെ ഔട്ട് സൈഡിനെ വൈറ്റ് മാറ്റർ എന്നും ഇൻസൈഡ് ഗ്രേ മാറ്റർ. ഈ വൈറ്റ് മാറ്റർ അല്ലെങ്കിൽ ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ പ്രസന്റ് ആയിട്ടുള്ള മൈലിൻ ഷീറ്റിന്റെ അനുസരിച്ചാണ് റീജിയൻ വൈറ്റ് ആണോ ഗ്രേ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. മൈലിൻ ഷീറ്റ് ഉള്ള ഭാഗങ്ങളിൽ നമ്മൾ വൈറ്റ് മാറ്റർ എന്നും മൈലിൻ ഷീറ്റിന്റെ പ്രസൻസ് കുറവാണെങ്കിൽ നമ്മൾ എന്താണ് ഗ്രേ മാറ്റർ എന്നും പറയും. ഓക്കെ, ഈ സ്പൈനൽ കോഡിൽ ഈ ഒരു ഇത് എന്താണ് ഡോർസൽ റൂട്ട് ഉണ്ട്, വെൻട്രൽ റൂട്ട്. ഡോർസൽ റൂട്ട് വഴിയാണ് എന്താ പറയുക സിഗ്നൽസ് എന്ത് ചെയ്യുക സ്പൈനൽ കോഡിലേക്ക് എത്തുക. അതിനുശേഷം അവിടെ നിന്നും ഇമ്പൾസസ് എന്ത് ചെയ്യും, നമ്മൾ പിന്നീട് നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള സ്റ്റിമുലസും അല്ലെങ്കിൽ ആക്ഷനും എന്താണ് വെൻട്രൽ റൂട്ട് വഴിയാണ് വരിക. ഓക്കെ, ഇത് രണ്ട്, അതായത് ഈ ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുക, സ്പൈനൽ നെർവ്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതിലെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഡു എക്സ് ആൻഡ് വൈ ഇൻഡിക്കേറ്റ്? ഈ ചിത്രത്തിലുള്ള പിക്ചറിലുള്ള എക്സും വൈയും എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ദ ഇമ്പൾസസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദിസ് ഡിഫർ? അതായത് ഈ എക്സിലൂടെയും വൈയിലെയും ഉണ്ടാകുന്ന ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിലെ ഡിഫറൻസ് എന്താണെന്ന്. നെക്സ്റ്റ്, റേറ്റ് ഫങ്ഷൻസ് ഓഫ് ഫ്ലൂയിഡ് സീൻ ഇൻ ദ പാർട്ട് സെഡ്. സെഡ് എന്ന് പറഞ്ഞ റീജിയനിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്തിനെ ഈ പാർട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ഇത് രണ്ട് പാർട്ടിലൂടെയും പോകുന്ന ന്യൂറോൺസിന്റെ ഇമ്പൾസസ് ചെയ്യുന്ന ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇമ്പൾസസിന്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ സെഡ് എന്ന റീജിയനിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദ ഫസ്റ്റ് വൺ എക്സ് എന്ന പോർഷൻ എന്താണ്, വെൻട്രൽ റൂട്ടും ഇത് വെൻട്രൽ റൂട്ടും ഇതെന്താണ് ഡോർസൽ റൂട്ടുമാണ്. ഓക്കെ, വെൻട്രൽ റൂട്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇസ് ക്യാരി മോട്ടോർ ഇമ്പൾസസ്. മോട്ടോർ ഇമ്പൾസസിനെയാണ് ആര് ക്യാരി ചെയ്യാം, വെൻട്രൽ റൂട്ട്. ഈ മോട്ടോർ ഇമ്പൾസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രെയിനിൽ നിന്നും അതേപോലെ സ്പൈനൽ കോഡിൽ നിന്നും ഉണ്ടാകുന്ന ഇമ്പൾസസ് എന്താണ് നമ്മുടെ ബോഡി പാർട്സിലേക്ക് എത്തിക്കുക ആര് വഴിയാണ്, മോട്ടോർ ഇമ്പൾസസ് വഴിയാണ്. സോ ഈ മോട്ടോർ ഇമ്പൾസസിനെ ക്യാരി ചെയ്യുന്നത് ആരാണ്, വെൻട്രൽ റൂട്ടാണ്. ഡോർസൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ക്യാരി സെൻസറി ഇമ്പൾസസ്. സെൻസറി ഇമ്പൾസസിനെ ക്യാരി ചെയ്യുന്ന ആളാണ് ഡോർസൽ റൂട്ട്. എന്താണ് സെൻസറി ഇമ്പൾസസ്? സെൻസറി ഇമ്പൾസസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ഇമ്പൾസസിനെ എത്തിക്കുന്നത് ആര് വഴിയാണ്, ഏത് ഇമ്പൾസ് ആണ്, സെൻസറി ഇമ്പൾസസ്. സെൻസറി ഇമ്പൾസസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും ഇമ്പൾസസ് സെൻസറി ഇമ്പൾസും. എന്നാൽ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നുമുള്ള ബോഡി പാർട്സിലേക്കുള്ള ഇമ്പൾസ് എന്താണ്, അതാണ് മോട്ടോർ ഇമ്പൾസസ്. മോട്ടോർ ഇമ്പൾസസിനെ വെൻട്രൽ റൂട്ടും സെൻസറി ഇമ്പൾസസിനെ ഡോർസൽ റൂട്ടുമാണ് ക്യാരി ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് പി എന്ന് പറഞ്ഞ ആ റീജിയനിൽ പ്രസന്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ്, സെഡ് എന്ന് പറഞ്ഞ റീജിയനിൽ പ്രസന്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദ ഫ്ലൂയിഡ് പ്രസന്റ് ഹിയർ ഇസ് CSF, that is cerebrospinal fluid. ഇത് എന്തിനാണ് സഹായിക്കുക, പ്രൊവൈഡ് ന്യൂട്രിയൻ ആൻഡ് ഓക്സിജൻ ടിഷ്യൂ. ആ സെൽസിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും ന്യൂട്രിയൻസും ആര് പ്രൊവൈഡ് ചെയ്യും, ഈ CSF അഥവാ cerebrospinal fluid. ഓക്കെ, ദെൻ നമ്മൾ ന്യൂറോണിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ സ്പൈനൽ കോഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ദെൻ ഫർദർ ആയിട്ട് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വരുന്ന പോർഷൻ ആണ് സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ. ബ്രെയിനിന്റെ എല്ലാ സ്ട്രക്ചറിലെ എല്ലാ പാർട്സും അടയാളപ്പെടുത്താനെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതിലെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു റീജിയൻ നിങ്ങൾക്ക് അറിയുന്നത് എന്താണ്, സെറിബ്രം ആണ്. ദെൻ സെറിബ്രം
തലാമസിന് താഴെയായിട്ട് ഹൈപ്പോതലാമസ്, സെറിബെല്ലം, മെഡുല്ല ഒബ്ലിഗേറ്റ. സെറിബ്രത്തിനെ കുറിച്ച് സെറിബ്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാർജസ്റ്റ് പാർട്ടാണ്. സെറിബ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജസ്റ്റ് പോർഷൻ ഓഫ് ദ ബ്രെയിൻ ആണ് സെറിബ്രം. അവിടെ ധാരാളം കൺവെൻഷൻസ് എന്താണ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സെറിബ്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്? സെൻസേഷനെ ഇവോക്ക് ചെയ്യുന്ന ഒരു റീജിയൻ ആണ് സെറിബ്രം എന്ന് പറഞ്ഞാൽ. വോളണ്ടറി മൂവ്മെന്റ്സിനെ ആര് സഹായിക്കും? സെറിബ്രം സഹായിക്കും. സെറിബ്രത്തിന്റെ തൊട്ട് താഴെ കാണുന്ന റീജിയൻ ആണ് തലാമസ്. തലാമസ് എന്താണ്? റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ്. ഇമ്പൾസസിന്റെ റിലേ സ്റ്റേഷൻ ആണ് തലാമസ്. തലാമസിന് തൊട്ട് താഴെയായിട്ട് വരുന്ന റീജിയൻ ആണ് ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസ് എന്താണ്? ഹോമിയോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആര് സഹായിക്കും? ഹൈപ്പോതലാമസ് സഹായിക്കും. പിന്നീട് നമുക്കറിയാം മെഡുല്ല ഒബ്ലിഗേറ്റ. മെഡുല്ല ഒബ്ലിഗേറ്റ എന്ന് പറഞ്ഞ റീജിയന് റോഡ് ഷേപ്പിൽ കാണപ്പെടുന്ന റീജിയൻ ആണ്. അത് നമുക്കറിയാം മെഡുല്ല ഒബ്ലിഗേറ്റ വെർട്ടിബ്രയിലേക്ക് സ്പൈനൽ കോഡിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഈ മെഡുല്ല ഒബ്ലിഗേറ്റയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് റോഡ് ഷേപ്ഡ് ആണ്. ഇൻവോളണ്ടറി ആക്ഷൻസ് ആയിട്ടുള്ള ബ്രീത്തിങ്, ഹാർട്ട് റേറ്റ് പോലുള്ള ഇൻവോളണ്ടറി ആക്ഷൻസ്, നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത ആക്ഷൻസിനൊക്കെ എന്താണ്? മെഡുല്ല ഒബ്ലിഗേറ്റ ആണ് കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഇൻ ദ ബ്രെയിൻ ഇസ് സെറിബെല്ലം. സെറിബെല്ലം എന്താണ്? നമ്മുടെ ബോഡി ബാലൻസ് അഥവാ നമ്മുടെ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ബോഡി ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആര് സഹായിക്കും? സെറിബെല്ലം സഹായിക്കും. ഓക്കെ, ബേസിക് ആയിട്ട് ഓരോ പാർട്ട് ഏതാണ്, പാർട്ടിന്റെ ഫംഗ്ഷൻസും എന്താണ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ വരുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. ഒബ്സർവ് ദ ഫിഗർ, ദ ബ്രെയിൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നോ നീഡ് ടു ഡ്രോ ദ ഫിഗർ. ഇൻ കേസ് ചില കേസിൽ എന്താണ് റീഡ്രോ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ചില കേസിൽ റീഡ്രോ ചെയ്യേണ്ടത് നിങ്ങൾ വരക്കാനും പഠിച്ചിരിക്കണം. ഓക്കെ, ഐഡന്റിഫൈ ആൻഡ് നെയിം ദ പാർട്ട് ലേബിൾഡ് ആസ്. ഓക്കെ, ഇതിൽ ലേബിൾ ചെയ്തിട്ടുള്ള പാർട്സ് എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 1, 2, 3, 4 എന്ന് പറഞ്ഞ ഈ റീജിയൻസ് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു. ദെൻ റൈറ്റ് ഫംഗ്ഷൻസ് ഓഫ് പാർട്ട് 2 and 3. 2 എന്ന റീജിയന്റെയും 3 എന്ന റീജിയന്റെയും മാത്രം ഫംഗ്ഷൻ ചോദിച്ചിട്ടുള്ളൂ. ഈ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യാം? നിങ്ങൾ 2ന്റെയും 3ന്റെയും ഫംഗ്ഷൻ തന്നെയാണോ ഇതെന്ന് ചെക്ക് ചെയ്തിട്ട് ധൃതി പിടിച്ചിട്ട് അറിയാന്ന് വെച്ചിട്ട് മാറി എഴുതരുത്. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം ഫസ്റ്റ് റീജിയൻ ഞാൻ പറഞ്ഞു. ഫസ്റ്റ് റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറിബ്രം ആണ്. സെക്കൻഡ് തലാമസ്. ദെൻ തലാമസിന് തൊട്ടായിട്ട് ഹൈപ്പോതലാമസ് ആണ്, പക്ഷെ നമുക്കിവിടെ നോട്ട് ഡൗൺ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ദെൻ മൂന്നാമത് ഇവിടെ മെഡുല്ല ഒബ്ലിഗേറ്റ. ദെൻ ഫോർത്ത് സെറിബെല്ലം. ദെൻ ബ്രേക്ക് ദ ഫംഗ്ഷൻ ഓഫ് പാർട്ട് 2 and 3. 2ന്റെയും 3ന്റെയും ഫംഗ്ഷനെ പറഞ്ഞിട്ടുള്ളൂ. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? തലാമസ് ആണ്. ഞാൻ പറഞ്ഞു തലാമസ് എന്താണ്? റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ്. ഇമ്പൾസസിന്റെ റിലേ സ്റ്റേഷൻ ആണ് അത് ഫ്രം സെറിബ്രം, അതായത് സെറിബ്രത്തിൽ നിന്നുള്ള ഇമ്പൾസസിന്റെ സ്റ്റേഷൻ ആണ് ആര്? തലാമസ്. ദെൻ തേർഡ് റീജിയൻ എന്ന് പറഞ്ഞ മെഡുല്ല ഒബ്ലിഗേറ്റയാണ്. ഈ മെഡുല്ല ഒബ്ലിഗേറ്റ എന്തിനാണ് സഹായിക്കുക? മെഡുല്ല ഒബ്ലിഗേറ്റ കൺട്രോൾ ദ ഇൻവോളണ്ടറി ആക്ഷനിലേക്ക് ഹാർട്ട് റേറ്റ്, ബ്രീത്തിങ് പോലുള്ള ഇൻവോളണ്ടറി ആക്ഷൻസിനെ ആര് കൺട്രോൾ ചെയ്യും? മെഡുല്ല ഒബ്ലിഗേറ്റ കൺട്രോൾ ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ സ്ട്രക്ചറും പാർട്ടും ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക. അതുപോലെ തന്നെ അതിന്റെ ഫംഗ്ഷൻസ് നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the part which regulates the speed and direction of nerve impulse. nerve impulse-ന്റെ സ്പീഡും ഡിറക്ഷനും റെഗുലേറ്റ് ചെയ്യുന്ന പാർട്ട് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനാപ്സ് ആണ് ഇതിന്റെ ആൻസർ. കാരണം നമുക്കറിയാം നെർവ് ഇമ്പൾസ് ഒരു നെർവിൽ നിന്ന് മറ്റൊരു നെർവ്സിലേക്ക് പോകുന്നത് ആ ഏത് റീജിയൻ വഴിയാണ്? സിനാപ്സിന്റെ സഹായത്തോടെ സിനാപ്റ്റിക് ന്യൂബിൾ സെക്രേറ്റ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ വഴിയാണ്. സോ അതുകൊണ്ട് തന്നെ എത്രത്തോളം ന്യൂറോ ട്രാൻസ്മിറ്റർ അവിടെ സെക്രേഷൻ നടക്കുന്നുണ്ടോ അതിനനുസരിച്ച് അതിന്റെ ഇമ്പൾസിന്റെ മൂവ്മെന്റും എന്താണ് കൂടുന്നത്. നമുക്കറിയാം പാർക്കിൻസൺ ഡിസീസ് എന്താ നേരത്തെ പറയുന്നു, പാർക്കിൻസൺ ഡിസീസ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ സെക്രേഷൻ അവിടെ കുറയുമെന്ന് പറഞ്ഞു. സോ അതിന്റെ ഫലമായിട്ട് നമുക്ക് ബോഡിയിൽ എന്താണ് ലോസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ? അതിന്റെ ഫലമായിട്ട് നമ്മൾ എന്ന് പറഞ്ഞു ബോഡി ബാലൻസ് ലോസ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. സോ അപ്പൊ ഈ ബോഡി ബാലൻസ് ലോസ് ചെയ്യുന്ന എന്തുകൊണ്ടാണ്? കറക്റ്റ് നമ്മളെ ഇമ്പൾസസ് എന്ത് ചെയ്യുക? നമ്മുടെ ബോഡി പാർട്സിലേക്ക് എത്താത്തത് കൊണ്ടാണ്. സോ നമുക്ക് എന്ത് പറയാം? ഈ പാർട്ട് വിച്ച് റെഗുലേറ്റ് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് നെർവ്സ്. നെർവ്സിന്റെ സ്പീഡും ഡയറക്ഷനും റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് സിനാപ്സസ് ആണ്. ഇവിടെ ഇത് ഏതാ റീജിയൻ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇൻ കേസ് അതിന്റെ റീസൺ വിത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അപ്പൊ നമുക്ക് പറയാം എന്താ ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രേഷൻ പറയാം. സെക്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർക്കിൻസൺ ഡിസീസ് ഉണ്ടാകും. സോ ആ സെക്രേഷൻസ് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചാണ് ഓരോ സിഗ്നൽസിന്റെ സ്പീഡും വേഗതയും നടക്കുക. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസിങ്ങും കാര്യങ്ങളൊക്കെ ലഭിക്കുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? അങ്ങനെ എഴുതാം. ഓക്കെ, എട്ട് ക്വസ്റ്റ്യൻ.
ഓക്കെ. Observe the illustration and identify the type of nerve indicated as X എന്ന റീജിയനിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നേഴ്സ് ഏതാണെന്നാണ് പറയാനുള്ളത്. നമുക്കറിയാം അഫ്രൻ നേഴ്സ് ഉണ്ട്, ഇഫ്രൻ നേഴ്സ് ഉണ്ട്. അഫ്രൻ നേഴ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അഫ്രൻ നേഴ്സ് ബ്രെയിനിൽ നിന്നും ഇമ്പൾസസിനെ മസിൽ ടു ലെഗിലേക്ക്, അതായത് നമുക്ക് ബ്രെയിനിൽ നിന്നും നമ്മുടെ ബോഡി പാർട്സിലേക്ക് എത്തിക്കുന്ന ആൾക്കാരാണ് അഫ്രൻ നേഴ്സ്. എന്നാൽ ഇഫ്രൻ നേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബോഡി പാർട്സിൽ നിന്നും ബ്രെയിനിലേക്ക്. ഇപ്പൊ നമുക്കറിയാം നമ്മളൊരു മെഴുകുതിരി തൊടുന്ന സമയത്ത് നമുക്കത് ചൂടുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ പെട്ടെന്ന് കൈ ബാക്കോട്ട് വലിക്കും. സോ നമ്മൾ പെട്ടെന്ന് കൈ ബാക്കോട്ട് വലിക്കാനുള്ള കാരണം ബ്രെയിനിൽ നിന്ന് നമുക്കൊരു സ്റ്റിമുലേ വരണം. അപ്പൊ ബ്രെയിനിൽ നിന്നും വരുമ്പോൾ അതെന്താണ്, ഡിഫറെന്റ് നേഴ്സ് ആണ്. സോ നമുക്കത് ഹോട്ട് ആണെന്ന് നമ്മൾ ബ്രെയിനിലേക്ക് എത്തിക്കുന്നത് ഏത് വഴിയാണ്, ഡിഫറെന്റ് നേഴ്സ് വഴി. അവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യന് ബ്രെയിൻ എക്സ് എന്ന പാർട്ട് ഏതെന്ന് ചോദിച്ചിട്ടുള്ളത്, ഇമ്പൾസസ് ബ്രെയിനിൽ നിന്നും ഇമ്പൾസസ് മസിൽ ഓഫ് ലെഫ്റ്റ് കാലിലെ മസിലിലേക്ക് എത്തിക്കുന്നത് ഏത് നേഴ്സ് വഴിയാണ് ചോദിച്ചിട്ടുള്ളത്, അഫ്രൻ നെർവ്. ഓക്കെ. ഇതിന്റെ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യാം ഒന്നുകൂടി നോക്കണം. ഓക്കെ, ഇത് ഈ ചാപ്റ്ററിലുള്ളതല്ല, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. സോ ഇത് സെക്കൻഡ് ടൈം ആണ് ഫൈനൽ കോഡിന്റെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, ഇനിയും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ എന്നാലും ക്വസ്റ്റ്യനിൽ ചെറിയ രീതിയിൽ മാറ്റുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ് സ്പൈനൽ കോഡ്, ന്യൂറോൺ, സെറിബ്രത്തിന്റെ ഒക്കെ പിക്ചർ. ഓക്കെ, ഐഡന്റിഫൈ ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് എക്സ് എന്ന് പറഞ്ഞ റീജിയന് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രെയിൻ ഫംഗ്ഷൻ ഓഫ് ആക്സസ് അല്ലെ, ആ പാർട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ദെൻ അതിനുശേഷം എന്ത് ചെയ്യുക, അതിന്റെ ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ റീജിയൻ എന്താണ്, രണ്ട് ന്യൂറോൺസ് നമുക്കറിയാം, ഡോർസൽ റൂട്ട് ഉണ്ട്, വെൻട്രൽ റൂട്ട്സ് ഉണ്ട് അല്ലെ. അതിൽ ഇവിടെ അഫ്രൻ ന്യൂറോൺസ് ഉണ്ട്, ഇഫ്രൻ ന്യൂറോൺസ്. അഫ്രന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ പോകുന്ന ന്യൂറോൺസ്, ഇഫ്രൻ ന്യൂറോൺസ് വഴി ഇങ്ങോട്ട് ഇമ്പൾസസ് എത്തും. അഫ്രൻ ന്യൂറോൺസും ഇഫ്രൻ ന്യൂറോൺസും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന ആ റീജിയനെ വിളിക്കുന്ന പേരാണ് ഇന്റർ ന്യൂറോൺസ്. ഈ എക്സ് എന്ന പോർഷൻ എന്താണ്, ഇന്റർ ന്യൂറോൺ ആണ്. കൺവേർട്ടിംഗ് സെൻസറി ഇമ്പൾസസ് ടു ദ റിയാക്ഷൻ ഇമ്പൾസസ്, അതായത് സെൻസറി ഇമ്പൾസസിനെ റിയാക്ഷൻ ഇമ്പൾസസ് ആക്കി മാറ്റാനാണ് ആരെ സഹായിക്കുന്നത്, ഇന്റർ ന്യൂറോൺ സഹായിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചർ പഠിക്കുക, ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട്, അതേപോലെ അഫ്രൻ നെർവ്സ് ഉണ്ട്, ഇഫ്രൻ നെർവ്സ് ഉണ്ട്, ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ, പിന്നെ അതിലുണ്ടാക്കുന്ന ഫ്ലൂയിഡ് എന്താണ്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. അതിന്റെ ഇമ്പോർട്ടൻസ്, അതായത് ന്യൂട്രിയൻസും ഓക്സിജനും എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഫംഗ്ഷൻസും എന്ത് ചെയ്യാം, നോട്ട് ഡൗൺ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, ബ്രെയിനിൽ ഇതിനു മുമ്പ് 2023 ക്വസ്റ്റ്യന് പിക്ചർ തന്നിട്ട് അതിന് പാർട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ഫംഗ്ഷൻ ചെയ്തായിരുന്നു. ഇതെന്താണ്, ഒരു ഫ്ലോ ചാർട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കംപ്ലീറ്റ് ദ ഇല്ലുസ്ട്രേഷൻ ഇൻക്ലൂഡിംഗ് ദ പാർട്സ് ഓഫ് ബ്രെയിൻ ആൻഡ് ദിയർ ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഈ ബ്രെയിനിൽ ഏതൊക്കെ റീജിയൻ കൊടുത്തിട്ടുണ്ട്, സെറിബെല്ലം കൊടുത്തിട്ടുണ്ട്, ഹൈപ്പോതലാമസ്, ഇവോക്ക് സെൻസേഷൻ, ഇൻവോളണ്ടറി ആക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാകും അല്ലെ. ഫസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ഇൻവോളണ്ടറി ആക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ. സെൻസേഷനെ ഇവോക്ക് ചെയ്യുന്ന റീജിയൻ ആരാണ്, സെറിബ്രം ആണ്. സെറിബെല്ലം എന്താണ്, ഇക്വിലിബ്രിയം, ബോഡി ബാലൻസിനും സഹായിക്കും. ഹൈപ്പോതലാമസ് എന്തിനു സഹായിക്കും, ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എഴുതിയാലും നിങ്ങൾക്ക് എന്തായാലും മാർക്ക് കിട്ടും. ഓക്കെ, ഞാൻ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇത് എന്താണ്, ഇൻവോളണ്ടറി ആക്ഷന് ആരുണ്ട്, മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇവോക്ക് സെൻസേഷൻ, സെറിബ്രം. ആൻഡ് ദെൻ സെറിബെല്ലം എന്തിനാണ് സഹായിക്കുന്നത്, കോർഡിനേറ്റ് ദ മസിൽ മൂവ്മെന്റ് ആൻഡ് മെയിൻറ്റെയിൻ ബോഡി ഹൈഡ്രേഷൻ. അത് മസിൽ മൂവ്മെന്റ്, ബോഡി ഹൈഡ്രേഷൻ സഹായിക്കും. അതുപോലെ തന്നെ എന്താണ്, സെറിബെല്ലത്തിന് ബോഡി ബാലൻസ് എന്ന് പറഞ്ഞു. ദ റോൾ ഇൻ എൻവയോൺമെന്റൽ റെഗുലേഷൻസ് ആണ് എന്ത്, ഹൈപ്പോതലാമസ് അല്ലെങ്കിൽ ഹോമിയോസ്റ്റാസിസ് എന്നിവ സഹായിക്കും. ഹൈപ്പോതലാമസ് ഏതെങ്കിലും ഒരു പോയിന്റ് എന്ത് ചെയ്യാൻ നിങ്ങൾ പഠിച്ചെടുക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐ തിങ്ക് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്, the information regarding two disease affecting the nerve system is given below. nerve സിസ്റ്റത്തിനെ ബാധിക്കുന്ന രണ്ട് രോഗങ്ങളെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ടാബുലേറ്റ് them giving name of the disease as a heading. ഓക്കെ, അതിന് രണ്ടും എന്താണ്, ടാബുലേറ്റ് ചെയ്യാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺ ഇൻ ദ ബ്രെയിൻ, ബ്രെയിനിലെ സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസിന്റെ ഡിസ്ട്രക്ഷൻ. അത് ക്വസ്റ്റ്യൻ 10 ഞാൻ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, പാർക്കിൻസൺ ഡിസീസ് ആണ്. നെക്സ്റ്റ്, ന്യൂറോൺ ഗെറ്റ് ഡിസ്ട്രോയ്ഡ്, അതിന്റെ ഫലമായിട്ട് എന്താണ്, ന്യൂറോൺസ് എന്ത് ചെയ്യും, ഡിസ്ട്രോയ് ചെയ്യും അല്ലെ. ലോസ് ഓഫ് മെമ്മറി ലോസ് എന്താണ്, അൾഷിമേഴ്സ്. ലോസ് ഓഫ് ബോഡി ബാലൻസ് പാർക്കിൻസൺ ഡിസീസ് നമുക്കറിയാം, ഡിസ്ട്രക്ഷൻ ഉണ്ടായതിന്റെ ഫലമായിട്ട് എന്താണ്,
ബോഡി ബാലൻസ് ഉണ്ടാവും അല്ലെ, ബോഡി ബാലൻസ് കുറയും. ഇതിന് ആൻസർ ഉണ്ട്. എ എന്ന് പറയുന്നതാണ് പാർക്കിൻസൺ ഡിസീസ് ആണ്. പാർക്കിൻസൺ ഡിസീസിന്റെ ഫലമായിട്ട് എന്താണ്? ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് ഇൻ ബ്രെയിനിലെ ഗാംഗ്ലിയോൺസിന്റെ ഡിസ്ട്രക്ഷൻ സഹായിക്കും. അതിന്റെ ഫലമായിട്ട് നമുക്കറിയാം ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ സെക്രീഷൻ കുറയും, ഡോപ്പമിൻ, അസറ്റൈൽ കൊളൈൻ പോലുള്ള. അതിന്റെ ഫലമായിട്ട് എന്താണ്? ബോഡി ബാലൻസ് ലോസ് ചെയ്യും. നെക്സ്റ്റ് അൾഷിമേഴ്സ് ആണ്. അൾഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂറോൺസ് എന്ത് ചെയ്യും? ഡിസ്ട്രോയ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് എന്താവും? മെമ്മറി ലോസ് ഉണ്ടാവും കേട്ടോ. അഗെയിൻസ്റ്റ് റിപ്പീറ്റഡ് ദി സ്ട്രക്ചർ ഓഫ് ന്യൂറോൺസ്. ഫസ്റ്റ് അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. 2022 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. റീഡ്രോ ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. കോപ്പി ദ ഡയഗ്രാം. എന്താണ് ഫസ്റ്റ് പാർട്ട്? എ, നെയിം ദ ഓർഗൻ സിസ്റ്റം ഇൻ വിച്ച് ദ സെൽ ഷോൺ ഇൻ ദ ഡയഗ്രാം ബിലോങ്സ് ടു. ഈ ഓർഗൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക? അതിന്റെ ഫംഗ്ഷൻ ആണ് ഇതാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് ഓർഗൻ സിസ്റ്റം ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓർഗൻ സിസ്റ്റം ആണ്, അതായത് അതിന് പാർട്ട് അല്ല. സോ പാർട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ആക്സോൺ എഴുതാം. സോ ഓർഗൻ സിസ്റ്റം ആയതുകൊണ്ട് എന്ത് ചെയ്യാം? എന്ത് ഓർഗൻ സിസ്റ്റം ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ന്യൂറോൺ എന്നാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ആൻസർ പ്രകാരം ന്യൂറോൺ ആണ് ആൻസർ വന്നിട്ടുള്ളത് കേട്ടോ. ന്യൂറോൺ എന്ന് ആൻസർ ചെയ്യാം. സോ ന്യൂറോണിന് പ്രത്യേകത എന്താണ്, അതിന്റെ ഫംഗ്ഷൻ ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. Neuron carry impulses out of the cell body. When excited, there is a change in balance of positive charges inside and negative charges outside. Impulses occur, it stimulate the adjacent dendrite or cell. The ആൻസർ ഞാൻ എടുത്തതാണ്. അതായത് ഇവിടെ എന്താ സംഭവിക്കുക? നമുക്കറിയാം ന്യൂറോൺസ് ആണ്. ന്യൂറോൺസ് എന്താണ്? ഇമ്പൾസസിനെ ക്യാരി ചെയ്യും. നമുക്കറിയാം ന്യൂറോണിലെ ചാർജിന്റെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഇമ്പൾസസ് ക്യാരി ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്ന അയോൺസിന്റെ ഡിഫറൻസ് കാരണം അവിടെ ഉണ്ടാകുന്ന അയോണൈസേഷൻ പ്രോസസ് അല്ലെങ്കിൽ ചേഞ്ചിങ് ചാർജിന്റെ ചേഞ്ചിങ് ഒക്കെ അത് പറയുന്നത്. ആ ഒരു പോയിന്റ് ആണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ന്യൂറോൺസ് എന്താണ്? ഇമ്പൾസസ് ക്യാരി ചെയ്യും. അതുപോലെ തന്നെ അതിന് എക്സൈറ്റേഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യാം? ചേഞ്ചിങ് ദ ബാലൻസിങ് ഓഫ് അയോൺ അതിന്റെ ബാലൻസിൽ ചേഞ്ച് ഉണ്ടാകും. അതിന്റെ ഫലമായിട്ട് ഔട്ടറിലുള്ള പോസിറ്റീവും ഇന്നറിലെ നെഗറ്റീവും എന്ത് ചെയ്യാം? അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് സംഭവിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ദർ ഈസ് എ ചേഞ്ച് ഇൻ ബാലൻസ് ഓഫ് അയൺ. അതായത് എക്സൈറ്റേഷൻ സംഭവിക്കുന്ന സമയത്ത് എന്താണ്? അയോൺസിന്റെ ചേഞ്ച് ബാലൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഇൻസൈഡിലെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജ് ഔട്ട്സൈഡ് ആണ്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും റിവേഴ്സ് ആവും. ഇമ്പൾസസ് ഒക്കെ ഇറ്റ് സ്റ്റിമുലേറ്റ് അഡ്ജസന്റ് ഡെൻഡ്രൈറ്റ്. അതായത് എക്സൈറ്റേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ ചാർജിന്റെ ട്രാൻസ്ഫർ നടക്കും. അതിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുക? ഇമ്പൾസസ് സ്റ്റിമുലേറ്റ് ചെയ്യുക. ആ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള ന്യൂറോൺസിന്റെ ഡെൻഡ്രൈറ്റിനെ സെല്ലിനെ എന്ത് ചെയ്യും? സ്റ്റിമുലേറ്റ് ചെയ്യും. അതിനാണ് ആര് സഹായിക്കുന്നത്? ന്യൂറോൺ സഹായിക്കുന്നത്. ഒന്നുമില്ല, ന്യൂറോൺസിൽ എങ്ങനെയാണ് ഇമ്പൾസസ് മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പോയിന്റ് ഔട്ട് ചെയ്താലും മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് പെയർ. കറക്റ്റ് ആയിട്ടുള്ള പെയർ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സിമ്പത്തറ്റിക് സിസ്റ്റം, പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഇൻക്രീസ്. അതിനു മുമ്പ് എന്താണ് സിമ്പത്തറ്റിക് സിസ്റ്റം, അതുപോലെ തന്നെ എന്താണ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം എന്നതിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അതൊന്നുകൂടി ക്ലിയർ ആവുന്നത് പഠിച്ചിട്ടുണ്ടാകും. പെട്ടെന്നുകൂടി റിവൈസ് ചെയ്യുമ്പോൾ ഏതിന്റെ ആൻസർ സിമ്പിൾ ആയിട്ട് നോക്കാം. ഞാൻ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നുള്ളൂ, അതിന് നേരെ റിവേഴ്സ് ആണ് അതിന്റെ സിസ്റ്റം. ഓക്കെ, പറയാം ഓട്ടോണമസ് നെർവസ് സിസ്റ്റം. നല്ല ബുദ്ധിമുട്ടുണ്ട്. ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആൾക്കാരാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അപ്പോൾ ഓട്ടോണമസ് നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്നവരാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ഫലമായിട്ട് എന്താ ഉണ്ടാവുക? ഈ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ഫലമായിട്ട് നമുക്കറിയാം, സിമ്പത്തറ്റിക് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പെട്ടെന്ന് നമ്മള് മുന്നിലേക്ക് ഒരു പൂച്ച അല്ലെങ്കിൽ ഒരു നായ ചാടി സമയത്ത് നമുക്കറിയാം നമ്മൾ എന്ത് ഭയങ്കര പേടിയും അത്ഭുതം കൊണ്ട് നമ്മൾ പ്യൂപ്പിളിൽ എന്തെങ്കിലും ഡയലേഷൻ ഉണ്ടാകും. ആൻഡ് ദെൻ നമ്മൾ ഹാർട്ട് ബീറ്റ് ഉണ്ടാകും. നമ്മൾ പേടിച്ചിരിക്കുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് എന്തെയും ഹാർട്ട് ബീറ്റ് കൂടും. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ എന്തായിട്ട് മാറും? ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. യൂറിനറി ബ്ലാഡർ എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. ദെൻ അതായത് നോർമൽ ആണെന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രാക്ട് ചെയ്ത് നിൽക്കൂല. ഓക്കെ, ദെൻ സലൈവ, അതായത് നമ്മൾ വായിലുണ്ടാക്കുന്ന സലൈവയുടെ
ഇതുണ്ടാവും കൂടും. ഓക്കെ, സിമ്പത്തറ്റിക് സിസ്റ്റത്തിലെ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തിന്റെ ഫലമായിട്ട് ഉണ്ടാക്കുന്ന ബോഡിയിൽ വരുന്ന ചേഞ്ചസ് എന്നത് പ്യൂപ്പിലറി ഡയലേഷൻ, ഹാർട്ട് ബീറ്റ് റേറ്റ് കൂടും, നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും, യൂറിനറി ബ്ലാഡർ നോർമൽ, സലൈവ എന്തെങ്കിലും കൂടും, ദെൻ നമ്മളെ ബ്രീത്തിന്റെ കേസ് എന്താണ് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് പോലെ ആയിരിക്കും. ഓക്കെ, അതിന് നേരെ റിവേഴ്സ് ആണ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. അവിടെ എന്താണ് പീപ്പിൾ എന്ത് ചെയ്യും, കൺട്രാക്ട് ചെയ്യാണ് ചെയ്യുക, ഹാർട്ട് റേറ്റ് കുറയും, ഗ്ലൂക്കോസിനെ അവിടെ ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യും, യൂറിനറി ബ്ലാഡർ എന്തായിരിക്കും നോർമൽ ആവില്ല, അതായത് സലൈവന്റെ പ്രൊഡക്ഷൻ എന്തായിരിക്കും കുറവായിരിക്കും. സോ അതിന് കുറെ റീസൺസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ അതിന് പോയിന്റ് എന്ത് ചെയ്യും, ഒന്നിന്റെ പോയിന്റ് ഒന്നെങ്കിൽ പാരാസിമ്പത്തറ്റിക്കിന്റെ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ സിമ്പത്തറ്റിക്കിൽ ഏതെങ്കിലും ഒന്നിന്റെ പഠിച്ചു വെച്ചിട്ട് മറ്റത് റിവേഴ്സ് ആയിട്ട് ചിന്തിക്കുക. രണ്ടും കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. ഓക്കെ, അതിന്റെ ഇതിന് ഒരു 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ചോദിക്കാനുള്ളത് ചോദിക്കും. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇവിടെ 2022 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. സെലക്ട് ദി കറക്റ്റ് പെയർ. സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ പറയുന്നുണ്ട് പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഇൻക്രീസസ്. സിമ്പത്തറ്റിക് സിസ്റ്റം ഞാൻ പറഞ്ഞു, സലൈവന്റെ പ്രൊഡക്ഷൻ എന്താണ് ഇൻക്രീസ് ചെയ്യുന്നു. സിമ്പത്തറ്റിക് സിസ്റ്റം പ്യൂപ്പിൾ കോൺസ്ട്രിക്ട്. സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ പ്യൂപ്പിൾ എന്താണ് ഡയലേറ്റ് ചെയ്യാണെന്ന് പറഞ്ഞു. പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ട്രക്കിയ കൺസ്ട്രിക്ട്. ദെൻ ഓപ്ഷൻ ഡി പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ എന്താണ് ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള പേരാണ്, കറക്റ്റ് ആയിട്ടുള്ള സിമ്പത്തറ്റിക് സിസ്റ്റത്തിലെ സലൈവ എന്താണ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാണ്. പക്ഷെ ഇതിൽ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ട്രക്കിയ കൺസ്ട്രിക്ട് എന്നാണ്. സോ അതെന്ത് ചെയ്യാം, നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയിട്ട് ഒന്നുകൂടി അത് വെരിഫൈ ചെയ്യാം കേട്ടോ. അത് നിങ്ങൾക്കുള്ള ഒരു വർക്കാണ്. നിങ്ങൾ ആ സിമ്പത്തറ്റിക് സിസ്റ്റം പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നല്ലോണം പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് അത് കൺഫ്യൂഷനിങ് ഉണ്ടാവില്ല. ഓക്കെ, ഏതെങ്കിലും ഒരു സിസ്റ്റം മാത്രം പഠിച്ചാൽ മതി, കാരണം അതിന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദി സ്റ്റേറ്റ്മെന്റ് analyze the statement and reason and select the right option from those of given below. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, cerebrospinal fluid nourishes the brain tissue. Its reason, cerebrospinal fluid is formed from the blood. That's the correct answer അല്ലേ? Cerebrospinal fluid is formed from blood and reabsorbed into the blood. It also helps to the nourishment to the tissue. ബ്രെയിൻ ടിഷ്യൂന് ആവശ്യമായിട്ടുള്ള നറിഷ്മെന്റ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. നമ്മൾ പറഞ്ഞു വേറെ എവിടെയും കൂടി സ്പൈനൽ കോഡിലും എന്തുണ്ട്? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പ്രസന്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതിന്റെ ഓപ്ഷൻ എന്താണ്? സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺസ് ആർ കറക്റ്റ് എന്നാണ് എന്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നമ്പർ. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സെറിബ്രത്തിന്റെ ഭാഗം, നെർവ്സിന്റെ ഭാഗം, അതേപോലെ സ്പൈനൽ കോഡ്, ഈ 3 റീജിയനും നിങ്ങൾ എന്ത് ചെയ്യാൻ നോട്ട് ഡൗൺ ചെയ്യണം. അതിനൊരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഓക്കെ, 4ാമത്തെ പ്രാവശ്യമാണ് ബ്രെയിനിന്റെ സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഫ്രം ദി ഗിവൺ ബോക്സ് സെലക്ട് ദ പാർട്സ് ആൻഡ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ദ ഫോളോവിങ് ഫംഗ്ഷൻ. ഫോളോവിങ് ഫംഗ്ഷന് റിലേറ്റ് ചെയ്തിട്ടുള്ള പാർട്സ് എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സെറിബെല്ലം, തലാമസ്, ഹൈപ്പോതലാമസ്, സെറിബ്രം, മെഡുല ഒബ്ലങ്കേറ്റ, cerebrospinal fluid and myelin sheath. Relay of impulses നമ്മൾ പറഞ്ഞിരുന്നു. relay of impulses relay എന്ന് പറഞ്ഞ region എന്ന് പറഞ്ഞാൽ ആരാണ്? cerebrum. Maintain the level of water in blood. വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ്, maintain the equilibrium of the ബോഡിയുടെ equilibrium. medulla oblongata act as electrical insulators. ആരാണ് ആക്ട് ചെയ്യുന്നത്? മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. മൈലിൻ ഷീത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താവും? അതിന്റെ ആൻസർ കിട്ടും. സോറി, ഞാൻ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. റിലേ ഓഫ് ഇമ്പൾസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തലാമസ് ആണ്. മെയിൻറ്റെയിൻസ് ദ ലെവൽ ഓഫ് വാട്ടർ ഇൻ ബ്ലഡ്, ഹൈപ്പോതലാമസ്. നമ്മൾ പറഞ്ഞ ഹോമിയോസ്റ്റാസിസ്. നെക്സ്റ്റ്, മെയിൻറ്റെയിൻ ദ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി, സെറിബെല്ലം. ആക്ട് ആസ് ആൻ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ, മൈലിൻ ഷീത്ത്. Okay, അടുത്ത ക്വസ്റ്റ്യൻ. ദിസ് അഗെയിൻ ഇസ് റിലേറ്റഡ് വിത്ത് ഡിസോർഡേഴ്സ് ഇൻ നെർവ് സിസ്റ്റം. നെർവ് സിസ്റ്റത്തിന്റെ ഡിസോർഡർ ആണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ടോപ്പിക് ആണ്. സോ അതാണ് അഗെയിൻ ചോദിച്ചിട്ടുള്ളത്. ഡിസീസ്, കോസ്, സിംറ്റം, 3 നിങ്ങൾ എന്താണ് പഠിച്ചിരിക്കണം.
സോ ഡിസീസിന്റെ പാർട്ട് അവിടെ ഡാഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കോഴ്സ് എന്താണ്? അക്യുമുലേഷൻ ഓഫ് ആൻ ഇൻസെലബിൾ പ്രോട്ടീൻ ഇൻ നെർവ് സിസ്റ്റത്തിലെ ഇൻസെലബിൾ പ്രോട്ടീൻ എന്താണ് അക്യുമുലേറ്റ് ചെയ്യണം. അതിന്റെ ഫലമായിട്ട് ലോസ് ഓഫ് മെമ്മറി ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഡിസീസ് എന്താണ്? അൾഷിമർ. നെക്സ്റ്റ് ഡിസീസ് പാർക്കിൻസൺസ് ആണ്. അതിന്റെ കോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡിസ്ട്രക്ഷൻ ഓഫ് ഗാംഗ്ലിയ ഇൻ ദ ബ്രെയിൻ ആൻഡ് ഓക്കെ ബ്രെയിൻ സെൽസിലെ ഗാംഗ്ലിയോൺസിന്റെ ഡിസ്ട്രക്ഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ ഡോപ്പോമിൻ അസറ്റൈൽ കോളിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ സെക്രീഷൻ കുറയും. അതിന്റെ സിംറ്റം എന്താണ്? നമ്മുടെ ബോഡി ബാലൻസ് എന്താണ്? ലോസ് ചെയ്യും. അതിന്റെ ഫലമായിട്ട് ഷിവറിംഗ് ഉണ്ടാവും. പ്രൊഫ്യൂസ് ഓഫ് സലൈവേഷൻ, ഇറഗുലർ മൂവ്മെന്റ് ഓഫ് മസിൽ. എപ്പിലെപ്സി അതിന്റെ കോസ് എന്താണ്? തന്നെ അൺകൺട്രോൾഡ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക്കൽ ചാർജ് ആണ്. പേഷ്യന്റ് ഫാൾ അൺകോൺഷ്യസ്. ഓക്കെ, അപ്പൊ അതിന്റെ സിംറ്റംസും കോസും ഡിസീസും എന്തായാലും പഠിച്ചിരിക്കണം. ഒരു പോയിന്റ് എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് പോകണം. ഓക്കെ, ഇത് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്? അക്യുമുലേഷൻ ഓഫ് ആൻ ഇൻസെലബിൾ പ്രോട്ടീൻ ഇൻ നെർവ് ടിഷ്യൂ. അതേതാണ്? അൾഷിമേഴ്സ് ആണ് ഡിസീസ്. അതിന്റെ ഫലമായിട്ട് മെമ്മറി ലോസ് ഉണ്ടാകും. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു പാർക്കിൻസൺസ്, ഡിസ്ട്രക്ഷൻ ഓഫ് ഗാംഗ്ലിയ ഇൻ ബ്രെയിൻ ആൻഡ് റെഡ്യൂസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പോമിൻ അസറ്റൈൽ കോളിൻ ലൈക്ക് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇതിന്റെ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറഗുലർ മൂവ്മെന്റ് ഓഫ് മസിൽസ് അല്ലെങ്കിൽ ലോസ് ഓഫ് ബോഡി ബാലൻസ് ഓർ ഷിവറിംഗ് ഓഫ് ദ ബോഡി. നെക്സ്റ്റ് എപ്പിലെപ്സി അഥവാ കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക്കൽ ചാർജസ് ഇൻ ബ്രെയിൻ ആണ്. കോസ് പേഷ്യന്റ് അൺകോൺഷ്യസ് ആക്കി മാറ്റും. എഗെയിൻ സ്പൈനൽ കോഡ് എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, സ്പൈനൽ കോഡിൽ ഓരോ പാർട്ട് വന്നിട്ടുണ്ട്. പാർട്ട് ഏതാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. വിച്ച് എമോങ് ദ ഫോളോവിംഗ് ഓപ്ഷൻ കറക്റ്റ് മാച്ചസ് ദ ഇൻഡിക്കേഷൻ ഇൻ ദ ഫിഗർ. ഓക്കെ, കറക്റ്റ് ആയിട്ട് ഫിഗറിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞ റീജിയൻ ഏതാണ്? അല്ലെ, എന്ന് പറഞ്ഞാൽ ഡോർസൽ റൂട്ട്, ബി വെൻട്രൽ റൂട്ട്, സി വൈറ്റ് മാറ്റർ, ഡി സെൻട്രൽ കനാൽ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ഓക്കെ, നിങ്ങളിത് പിക്ചർ വരക്കാനും ഇതിന്റെ പാർട്സ് ഐഡന്റിഫൈ ചെയ്ത് നോട്ട് ഡൗൺ ചെയ്യാനും എന്തായാലും നോക്കിയെടുക്കണം. ഞാൻ പറഞ്ഞു പല പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. What is the difference between the impulses transmitted through A and B? A എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടിലും ഉണ്ടാകുന്ന ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇമ്പൾസസിന്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ട് ടൈപ്പ് ഇമ്പൾസസ് ഉണ്ട്. മോട്ടോർ ഇമ്പൾസസ് ഉണ്ട്, സെൻസറി ഇമ്പൾസസും ഉണ്ട് അല്ലെ. സെൻസറി ഇമ്പൾസസ് റീച്ച് ദ സ്പൈനൽ കോഡ് വിയ ഡോർസൽ റൂട്ട്. ഓക്കെ, സെൻസറി ഇമ്പൾസസ് ഉണ്ട്. പിന്നെന്തുണ്ട്? മോട്ടോർ ഇമ്പൾസസ് ഉണ്ട്. അപ്പോൾ ഡോർസൽ റൂട്ടിലൂടെയും വെൻട്രൽ റൂട്ടിലൂടെയും പോകുന്നത് ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് തന്നെ അവിടെ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനലൈസ് ദ ഗിവൺ റിഫ്ലെക്സ് ആക്ഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും സ്പൈനൽ കോഡിന്. ഇൻഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ എന്താണ് എന്തെങ്കിലും സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇത് ആക്ഷൻ തന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഇൻഡയറക്റ്റ് ആയിട്ട് എപ്പോഴും ഇല്ല, ഇടയ്ക്കൊക്കെ ചോദിക്കാറുള്ളൂ. അധികം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാവാറുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചത് അനലൈസ് ദി ഗിവൺ റിഫ്ലെക്സ് ആക്ഷൻ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ. ദ ലെഗ് വിത്ത്ഡ്രോ അൺനോയിങ്ലി വെൻ എ ത്രോൺ ഫെൽ. നമ്മൾ പെട്ടെന്ന് കാല് വലിക്കും, നമ്മൾ പോലും അറിയില്ല എങ്ങനെ നമ്മളൊരു മുള്ള് കുത്തുന്ന സമയത്ത്. നെക്സ്റ്റ് എന്താണ്? ദ ഐസ് ബ്ലിങ്ക് വെൻ എ ഫ്ലെയിം അപ്രോച്ച് ദ. ഒരു എന്താ ഈസി അങ്ങനെ എന്തെങ്കിലും നമ്മൾ കണ്ണിന്റെ മുകളിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എടുത്തിട്ട് വരും നമ്മളോട്, നമ്മൾ തന്നെ അറിയാതെ ചെയ്യും, നമ്മുടെ ഐ ബ്ലിങ്ക് ചെയ്യും. ഓക്കെ, ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് കൺട്രോളിംഗ് സെന്റേഴ്സ് ഓഫ് എ ആൻഡ് ബി. ഓക്കെ, ഈ എ ബി എന്ന് പറഞ്ഞ ഈ രണ്ട് സിറ്റുവേഷനിൽ നമുക്ക് ഇത്തരത്തിൽ നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യാൻ കാരണമായിട്ടുള്ള ഒരു സെന്റേഴ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. ആ ഒരു ബോഡിയിലുള്ള സെന്റർ ഏതാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി കറക്റ്റ് സീക്വൻസ് ഓഫ് പാത്ത് ഓഫ് ഇമ്പൾസസ് ഇൻ എ. എന്ന് പറഞ്ഞ രീതിയിലുള്ള കറക്റ്റ് അതിന്റെ സീക്വൻസ് ഏതാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ സീക്വൻസിന്റെ ക്വസ്റ്റ്യൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇൻ കേസ് എക്സാം കുറച്ച് ടഫ് ആണെങ്കിൽ ഒരു പക്ഷേ ഇത് ചോദിക്കാം കേട്ടോ. നമ്മൾ പഠിച്ചിരിക്കും സ്പൈനൽ കോഡ് ചരിത്രം അല്ലെ. ലെഗ് വിത്ത്ഡ്രോ അൺനോയിങ്ലി വെൻ എ സ്റ്റോൺ പേഴ്സസ്. നമ്മൾ പറഞ്ഞു ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു സ്പൈനൽ കോഡിലെ ഡോർസൽ റൂട്ട് വെൻട്രൽ റൂട്ട് ഡിസ്കസ് ചെയ്ത റീജിയൻ ഉണ്ടല്ലോ, അതാണ് പിന്നെ ആൻസർ ആയിട്ടുള്ള സ്പൈനൽ കോഡ്. ദ ഐ ബ്ലിങ്ക് വെൻ പ്ലേ അപ്രോച്ച്. നമുക്കറിയാം നമുക്ക് ഹിയറിങ്ങിന്, വിഷന്, ഹങ്കർ, തേഴ്സ്റ്റ് പോലുള്ള എല്ലാ
ഇമോഷൻസും ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അതിനെല്ലാം റിലീസ് ചെയ്യാനും അല്ലെങ്കിൽ ഇമ്പൾസസിനെ റിലീസ് ചെയ്യാനും സെൻസേഷൻ ഇവോക്ക് ചെയ്യാനും സഹായിക്കുന്ന നമ്മുടെ ബ്രെയിനിൽ ഒരു റീജിയൻ ആണ് സെറിബ്രം. അതിന്റെ ഫലമായിട്ട് നമുക്ക് വിഷനും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണെന്ന് പറഞ്ഞു. സോ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞത് എന്താ, ഐ ബ്ലിങ്ക് ചെയ്യാണ്. അപ്പൊ ഐ ബ്ലിങ്ക് എന്ന് പറഞ്ഞ സെൻസ് ഓഫ് ആക്ഷൻ ആണ്. ഈ ആക്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്, സെറിബ്രമാണ്. സെറിബ്രത്തിലെ വിഷൻ സെൻട്രലുമായിട്ടാണ് എന്ത് ചെയ്യുക, നമുക്ക് നമ്മൾ ആ ഒരു ആക്ഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു റെഡ് കറക്റ്റ് സീക്വൻസ് ഏതാണെന്ന് പറഞ്ഞത് റിസപ്റ്റേഴ്സ്. റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ എക്സാമ്പിൾ ഓഫ് ഓക്കെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ നോക്കാം. ലെഗ് വിത്ഡ്രോ അൺനോയിങ്ലി വെൻ എ ടോൺ പേഴ്സസ്, അതായത് ഒരു മുള്ള് കുത്തുന്ന സമയത്ത്, കുത്താനായി നിൽക്കുന്ന സമയത്ത് അത് നമ്മൾ എന്ത് ചെയ്യും, വലിച്ചെടുക്കും. അപ്പൊ ആ സമയത്ത് എന്താണ്, നമ്മുടെ ന്യൂസിലൂടെ ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വലിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, ഇമ്പൾസസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അപ്പൊ ആ വരുന്ന ഇമ്പൾസസ് തന്നെ എന്ത് ചെയ്യുക, സ്വീകരിക്കുന്ന ആൾക്കാരാണ് റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. ഈ റിസപ്റ്റേഴ്സ് സെൻസറി ന്യൂറോൺ വഴി എവിടെത്തും, ഇന്റർ ന്യൂറോണിലേക്ക് എത്തും. ഈ ഇന്റർ ന്യൂറോൺ വഴി മോട്ടോർ ന്യൂറോണിലേക്ക് എത്തും. മോട്ടോർ ന്യൂറോണിലേക്ക് എഫക്റ്റഡ് റീജിയനിലേക്ക് എത്തും. സെൻസറി ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി പാർട്സിൽ നിന്നുള്ളത് എന്താണ്, ബ്രെയിനിലേക്ക് എത്തും. ബ്രെയിനിൽ നിന്നുള്ളത് എന്താണ്, നമ്മുടെ ബോഡി പാർട്സിലേക്ക് എത്തിക്കുന്നതാണ് മോട്ടോർ ന്യൂറോൺ. എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എഫക്ട് ചെയ്ത റീജിയൻ ഏതാണോ അവിടേക്ക് എത്തിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ലെഗ് വിത്ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ഇമ്പൾസ് അവിടെ ജനറേറ്റ് ചെയ്യും. ഓക്കെ, റിസപ്റ്റീവ്, സെൻസറി ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ ആൻഡ് എഫക്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാ അഗെയിൻ സ്നാപ്സസ് എന്ന് പറഞ്ഞാൽ ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇത് കുറച്ചുകൂടി പാർട്ട് ഓക്കെ. നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എക്സ് എന്ന റീജിയന് സ്നാപ്റ്റിക് നോബ് കൊടുത്തു, ബി എന്ന് പറഞ്ഞ റീജിയന് ഡെൻഡ്രേറ്റ്. ഓക്കെ, ഡെൻഡ്രേറ്റ് രണ്ട് റീജിയൻസും കൊടുത്തിട്ടാണ്. അതിന്റെ ഇടയിലുള്ള ഈ ഒരു ഇല്ലുസ്ട്രേഷൻ എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് പാർട്ട് എക്സ് എന്ന റീജിയൻ ഏതാണ് ഐഡന്റിഫൈ ചെയ്യാനും അതിന്റെ ഫംഗ്ഷൻ ഏതാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇഫ് ദർ ഈസ് എനി മിസ്റ്റേക്ക് ഇൻ ഇല്ലുസ്ട്രേഷൻ, ഫസ്റ്റ്ലി എന്താണ്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് which is the part is indicated as x. x എന്ന് പറയുന്ന റീജിയൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏത് റീജിയൻ ആണ്. നെയിം എനി വൺ കെമിക്കൽ സബ്സ്റ്റൻസ് ഇസ് റിലീസ്ഡ് ഫ്രം ദ എക്സ് എന്ന് പറഞ്ഞ റീജിയന് റിലീസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കെമിക്കൽ സബ്സ്റ്റൻസിന്റെ നെയിം ഏതാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഉണ്ട്. കാരണം നമുക്കറിയാം ഇമ്പൾസസിന്റെ ഡയറക്ഷനും ഇമ്പൾസസിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് വരുന്നത് അല്ലെ. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മൂവ്മെന്റ് നടക്കേണ്ടത്. നമുക്കറിയാം സിനാപ്റ്റിക് നോബിൽ നിന്നും ഡെൻഡ്രൈറ്റിലേക്കാണ് മൂവ്മെന്റ് നടക്കേണ്ടത്. സോ അതെന്താണ്, പിക്ചർ റോങ് ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് the direction of electric impulses shown is incorrect. It must be from axonate dendrite of the next neuron. അതായത് the direction of electrical impulses എന്ത് ഷോൺ ഇൻകറക്റ്റ് ആയിട്ടാണ് ഷോൺ ചെയ്തിട്ടുള്ളത്. It must be from axonate dendrite of the next neuron. അടുത്ത ന്യൂറോണിന്റെ ഒരു ആക്സോണിൽ നിന്ന് മറ്റൊരു ഡെൻഡ്രൈറ്റിലേക്കാണ് അതിന്റെ മൂവ്മെന്റ് നടക്കുന്നത്. നെക്സ്റ്റ് ആ ഒരു റീജിയൻ ഏതാണെന്ന് പറഞ്ഞു. അതായത് എക്സ് എന്ന് പറഞ്ഞത് എന്താണ്, സിനാപ്റ്റിക് നോബാണ്. അതിന് സെക്രേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സെക്രേഷനെ കുറിച്ച് പറയാൻ പറഞ്ഞു. സെക്രേഷൻ എന്താണ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. അസറ്റൈൽ കോളിൻ or dopamine which stimulate the adjacent dendrite or cell and electrical impulses are formed. ഓക്കെ, ഇതോട് കൂടി നമ്മുടെ ഡിസ്കഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും എത്തി വെക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട റീജിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോണിന്റെ സ്ട്രക്ചർ, അതിന്റെ പാർട്ട് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ ഫങ്ഷൻസ് പഠിക്കുക. ന്യൂറോണിന്റെ മെയിൻ സ്ട്രക്ചർ ആയിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം. സെൽ ബോഡി ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ഡെൻഡ്രോണ്, ഡെൻഡ്രൈറ്റ്, ആക്സോണ്, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്.
ഈ റീജിയൻസും അതിന്റെ ഫംഗ്ഷൻ എന്ത് ചെയ്യാം പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ആ കാര്യങ്ങൾ പഠിക്കാം. പിന്നെ ഇതിന്റെ സ്ട്രക്ചർ വരക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് നമുക്ക് ന്യൂറോണിന്റെ സ്ട്രക്ചർ വരക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് പഠിക്കാനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ വരക്കട്ടോ. ഞാൻ നല്ല വരക്കാൻ ആളായതുകൊണ്ട് നല്ലോണം വരക്കാനറിയാം. വരക്കാനൊന്നും അറിയില്ല, പക്ഷെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പറ്റണല്ലോ, നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് നിങ്ങൾ വരച്ച് പഠിക്കാം. ഇതിന്റെ ബ്രാഞ്ചസ് ആട്ടോ ഉദ്ദേശിച്ചു. ഇതൊക്കെ കണക്ഷനാണ്. ഇവിടെ സെല്ലിന്റെ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിലുള്ള എന്തുണ്ടാവും? സൈറ്റോപ്ലാസം ഉണ്ടാവും. അപ്പൊ ദിസ് ഇസ് സെൽ ബോഡി, ന്യൂക്ലിയസ്, സെല്ലിനുള്ളിൽ സൈറ്റോപ്ലാസം ഉണ്ടാവും. സെല്ലിനുള്ളിൽ ന്യൂക്ലിയസ് ഉണ്ടാവും, ദെൻ സൈറ്റോപ്ലാസം ഉണ്ടാവും. പിന്നെ ഡെൻഡ്രോൺ, ഡെൻഡ്രേറ്റ് എന്ന് പറഞ്ഞ റീജിയൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഈ റീജിയന് ഡെൻഡ്രോണിൽ നിന്നുള്ള, സോറി ഫോർ ദാറ്റ് ഇൻകൺവീനിയൻസ്. ഓക്കെ, റീജിയൻ ആണ് ഡെൻഡ്രോൺ എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. പിന്നെ ഡെൻഡ്രേറ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഇത് ഡെൻഡ്രോൺ ആണ്, ഇത് ഡെൻഡ്രോൺ ആണ്, ഇത് ഡെൻഡ്രേറ്റ് ആണ്. പിന്നെ ഇവിടെ ആക്സോൺ ഉണ്ട്, ഇത് ആക്സോൺ ആയിട്ടുണ്ട്, സ്നാപ്റ്റിക് നോബ്, ഷോൺ സെൽസ്. ഓക്കെ, അപ്പൊ അതിന്റെ സ്ട്രക്ചർ പഠിച്ചിരിക്കുക, അതിന്റെ ഫംഗ്ഷൻ ഫസ്റ്റിൽ നിങ്ങൾ അത് എന്ത് ചെയ്യും, നോട്ട് ചെയ്യണം. നെക്സ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഭാഗം ഞാൻ പറഞ്ഞു, ന്യൂറോൺ സ്നാപ്സ്. സ്നാപ്സിന്റെ റീജിയൻ, സിനാപ്സ് അല്ലേ. എന്താണ് സിനാപ്സ്, അതിന്റെ സ്ട്രക്ചർ വരക്കാനൊന്നും എനിക്ക് ചിലപ്പോൾ ചോദിക്കാം. ഇമ്പോർട്ടന്റ് അല്ല അതിന്റെ സ്ട്രക്ചർ. സ്ട്രക്ചർ അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ഈ റീജിയൻ ഏതാണെന്ന് മനസ്സിലായത് പറഞ്ഞു. ഈ റീജിയൻ എന്താകുന്നത്, റീജിയൻ ഐഡന്റിഫൈ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഇവിടെ ഉണ്ടാകുന്ന സെക്രീഷൻസ് ഏതാ മനസ്സിലാക്കി, സെക്രീഷൻസിന്റെ പ്രത്യേകത, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് അവിടെ ഉണ്ടാക്കുക, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം മനസ്സിലാക്കി. പിന്നെ നെക്സ്റ്റ് അടുത്തതായിട്ട് പറഞ്ഞു. പിന്നെ നിങ്ങൾ ഓക്കെ ക്വസ്റ്റ്യൻ ഓക്കെ, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഓക്കെ, നമ്മൾ പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാണ് ന്യൂറോണിന്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ എന്താണ് സിനാപ്റ്റിക് റീജിയനിൽ സെക്രേറ്റ് ചെയ്യുന്ന സെക്രേഷൻസ് ഏതൊക്കെ, അവിടെ എങ്ങനെയാണ് ഇമ്പൾസസിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. പിന്നെ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചർ, അതിന്റെ റെപ്രസെന്റേഷൻ. ശരിയായ റെപ്രസെന്റേഷൻ ഓപ്ഷൻ സി ആണ് പറഞ്ഞു, ഓപ്ഷൻ ബി ആണ് ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട്, വൈറ്റ് മാറ്റർ ആൻഡ് സെൻട്രൽ കനാൽ, ആ റീജിയൻ പറഞ്ഞു. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ന്യൂറോണിന്റെ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്തു. നാവ്, ഓക്കെ, ബ്രെയിനിന്റെ സ്ട്രക്ചർ പഠിച്ചിരിക്കാം. അതുപോലെ തന്നെ അതിന്റെ പാർട്സ് എന്ത് ചെയ്യാം,
നോട്ട് ഡൗൺ ചെയ്യാൻ പഠിക്കണം. പിന്നെ ഈ പാർട്സിൽ ഏതൊക്കെയാണ് അതിന്റെ ഫങ്ഷൻസ് നോക്കി വെക്കുക. പിന്നെ ഇതിന് അഫക്ട് ചെയ്യുന്ന ഡിസോർഡേഴ്സ് ഉണ്ട്, നെർവസിനെ അഫക്ട് ചെയ്യുന്ന 3 ഡിസോർഡർ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്: അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി. മൂന്നിന്റെയും റീസൺ ഗാംഗ്ലിയോൺസിന്റെ ഡിസ്ട്രക്ഷൻ വഴിയാണെങ്കിൽ പാർക്കിൻസൺസ് ഉണ്ടാകും. റെഗുലർ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസിന്റെ ഫലമായിട്ട് എപ്പിലെപ്സി ഉണ്ടാകും. അതിന്റെ ഫലമായിട്ട് നമുക്ക് ബോഡി ബാലൻസ് അൺകോൺഷ്യസ് ആയിട്ട് മാറും. എന്നാൽ ഷിവറിങ്ങും അതുപോലെ ബോഡി ബാലൻസ് ലോസ് ചെയ്യലും ഷിവറിങ് പ്രൊഫ്യൂസ് സലൈവേഷൻ ഒക്കെ പാർക്കിൻസൺസിന്റെ സിംറ്റം ആണ്. മെമ്മറി ലോസ് ആണെങ്കിൽ ഇത് അൾഷിമേഴ്സ് ആണ്. അതിന്റെ ഫലമായിട്ട് പ്രോട്ടീന്റെ അക്യുമുലേഷൻ ആണ്, അവിടെ ഇൻസെല്ലുലായിട്ടുള്ള പ്രോട്ടീൻ അക്യുമുലേഷൻ ആണ് അതിന്റെ ഒരു റീസൺ. ന്യൂറോൺസ് എന്താവും, ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ. പിന്നെ സിമ്പത്തറ്റിക് സിസ്റ്റം, പാരാസിമ്പത്തറ്റിക് സിസ്റ്റം, അതിലുണ്ടാകുന്ന ബോഡി ചേഞ്ചസ് കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓണം എക്സാം ആയാലും ആനുവൽ എക്സാം ആയാലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. സോ അത്ര സീരിയസ് കൊടുത്തിട്ട് എന്ത് ചെയ്യും, ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. റിഗാർഡിങ് ഇതിന് ബേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. ഇതൊക്കെ ഒന്നുകൂടി നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ഉണ്ടല്ലോ. താങ്ക് യു.